ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്ന ആ ഒരു കോട്ട് സെറ്റിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഞാൻ ആദ്യം തന്നെ ഇങ്ങനൊരു നല്ല നീളത്തിനൊരു പീസ് തുണി ഇങ്ങനെ എടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് രണ്ടായിട്ടൊന്ന് ഫോൾഡ് ചെയ്തിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇതിപ്പോൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇങ്ങനൊരു പീസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതായത് പാൻറ്റിൻ്റെ ബാലൻസ് പീസിൽ നിന്നും ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുത്തതിനകത്തോട്ട് നമ്മൾ ഇപ്പോൾ തയ്ച്ച് വെച്ചിരുന്ന ആ ഒരു പീസ് ഇങ്ങോട്ടേക്ക് വെച്ച് കൊടുക്കുക. അതിൻ്റെ അറ്റത്ത് വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതായത് ഇവിടെ മുതൽ ഇങ്ങറ്റം വരെയും സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ. ഇപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഈ സൈഡിൽ നിന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റാം നമുക്ക്. ഇനി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ, തിരിച്ചിടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് അതിലേക്ക് നമ്മുടെ പൈപ്പിംഗ് ത്രെഡ് ഉണ്ടല്ലോ, ഇങ്ങനെ എടുത്ത് വയ്ക്കുക. എന്നിട്ട് ഇങ്ങനെ തിരിച്ചെടുത്ത് ഇതിൻ്റെ ഈ സൈഡിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇവിടെ കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ട് പീസില്ലേ കട്ട് ചെയ്ത് വെച്ചിരുന്ന ആ ഒരു പീസ് എടുക്കുക. അതിൻ്റെ നല്ല വശത്തേക്ക് ആ ഒരു നെക്കിൻ്റെ സെൻറ്റർ ഭാഗത്തേക്ക് ഇപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെച്ച തുണിയുടെ സെൻറ്റർ, അതായത് നെക്കിൻ്റെ സെൻറ്റർ ഭാഗം വെച്ച് കൊടുക്കുക. എന്നിട്ട് കറക്റ്റായിട്ട് വെച്ചിട്ട് ഞാൻ ഈ കഴുത്തൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. ആ ഒരു നെക്ക് പോർഷൻ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. വെറുതെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇപ്പം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ സൈഡിലൂടെ പൈപ്പിംഗ് ഉണ്ടല്ലോ, അതിൻ്റെ സൈഡിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇപ്പം നമ്മൾ നല്ല രീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഷോൾഡർ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ ബാക്ക് പീസ് എടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിൻ്റെ രണ്ടിൻ്റെയും നല്ല വശങ്ങൾ ഒരുമിച്ച് വരുന്ന രീതിയിൽ ചേർത്ത് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഷോൾഡർ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഷോൾഡറൊക്കെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നെക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. നെക്ക് ഫിനിഷ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ക്രോസ് പീസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് എടുക്കാം. ഇതിൻ്റെ രണ്ടെണ്ണം എടുക്കുക. എന്നിട്ട് നല്ല വശങ്ങൾ ചേർത്ത് വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. കണ്ടോ, ഇങ്ങനെ ക്രോസിന് വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ അതുപോലെ തന്നെ ബാക്കിയെല്ലാം അതുപോലെ തന്നെ ചെയ്ത് എടുക്കുക. എന്നിട്ട് ഇതും ഒന്ന് രണ്ടായിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇതിപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇവിടേക്കൊന്ന് വെച്ച് കൊടുക്കാം. വെച്ച് കൊടുത്തിട്ട് നെക്കിൻ്റെ ഒരു വശത്ത് നിന്ന് ഇങ്ങനെ തുടങ്ങുക. അതായത് ഷോൾഡർ സ്റ്റിച്ച് ചെയ്തിരിപ്പുണ്ടല്ലോ, അതിൻ്റെ ഒരു വശത്ത് നിന്ന് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുക. എന്നിട്ട് നെക്കിൻ്റെ റൗണ്ടിന് സ്റ്റിച്ച് ചെയ്തിട്ട് അവിടെ തന്നെ അവസാനിപ്പിക്കണം കേട്ടോ. ഇപ്പം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ സൈഡിലൊക്കെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതും നമ്മൾ തിരിച്ചിടുമ്പോൾ നല്ല വൃത്തിക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതിപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിങ്ങനെ തിരിച്ചെടുത്തിട്ട് ഉള്ളിലേക്ക് ഇങ്ങനെ വെച്ചിട്ട് പുറത്തുകൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ. ഇപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ, സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഭാഗം ഇങ്ങനെ പൊങ്ങി നിൽപ്പുണ്ടല്ലോ, അത് ഞാൻ ഹെമ്മി ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. സ്റ്റിച്ച് ചെയ്തെടുക്കണം എന്നുള്ളവരാണെങ്കിൽ അങ്ങനെ ചെയ്തോ കേട്ടോ. ഇനി നമുക്ക് സ്ലീവ് നോക്കാം. സ്ലീവിന് നമ്മൾ 13 ഇഞ്ച് ഇറക്കത്തിൽ വെട്ടി വെച്ചിരുന്ന ആ ഒരു പീസും പിന്നെ പാൻറ്റിൻ്റെ തുണിയിൽ നിന്നും നമ്മളൊരു 4 ഇഞ്ച് ഇറക്കത്തിൽ ഒരു പീസ് വെട്ടി വെച്ചിരുന്നല്ലോ, അപ്പോൾ അതും കൂടി എടുക്കുക. എന്നിട്ട് ഇത് തമ്മിലൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് നല്ല വശങ്ങൾ ഒരുമിച്ച് വരത്തക്ക രീതിയിൽ വെച്ചിട്ട് ഒന്ന് ഇങ്ങനെ കറക്റ്റായിട്ട് വയ്ക്കുക. എന്നിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പുറത്തുകൂടി ഒരു ടോപ്പ് സ്റ്റിച്ച് കൊടുക്കാം.
ദാ 2 സ്ലീവും അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സെൻറ്റർ ഭാഗത്തൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ സ്ലീവ് വെച്ച് നോക്കിയിട്ട് ഫ്രണ്ട് പീസിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് വരുന്ന ആ പോർഷനിൽ നമുക്കൊന്ന് കുഴിച്ച് വെട്ടിക്കൊടുക്കണം. അപ്പോൾ ഞാനത് ചെയ്യാണ്. 2 സ്ലീവിലും ഇതുപോലെ ചെയ്യാം. ഇതിപ്പോൾ നമ്മൾ 2 സ്ലീവിലും അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഈ സ്ലീവ് ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഞാൻ ഇപ്പോൾ പെട്ടെന്ന് പറഞ്ഞു പോകുന്നത് എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ വീഡിയോയിൽ നല്ല ലെങ്ത് ആയിരുന്നു. അപ്പോൾ അത് കണ്ടുകൊണ്ടിരിക്കുന്നവർക്കും ബുദ്ധിമുട്ടാണ്, പിന്നെ എനിക്കും അത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകുന്നത്. മാത്രമല്ല ഇതൊരു ട്യൂട്ടോറിയൽ വീഡിയോ അല്ലല്ലോ, ഇത് ജസ്റ്റ് ഒരു മേക്കിംഗ് വീഡിയോ ആണ്. അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ പെട്ടെന്ന് പറഞ്ഞു പോകുന്നത്. ഇപ്പോൾ നമ്മൾ 2 സ്ലീവും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കണം. അതായത് ഈ കൈയുടെ ഇവിടെ നിന്ന് തുടങ്ങി സ്ലിറ്റിൻ്റെ ഈ ഒരു പോയിൻ്റ് വരെയും സ്റ്റിച്ച് ചെയ്തിട്ട് പിന്നെ തിരിച്ച് അവിടെ നിന്ന് സ്റ്റിച്ച് ചെയ്ത് ഈ ഒരു കൈയുടെ ഭാഗം വരെയും സ്റ്റിച്ച് ചെയ്യുക. അങ്ങനെയാണ് കേട്ടോ. പിന്നെ ഞാൻ ഈ ഒരു ഡ്രസ്സിന് അധികം ഷേപ്പ് ചെയ്യുന്നില്ല. ആൾക്ക് അധികം ഷേപ്പ് വേണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കുറച്ച് ലൂസിന് കിടക്കണം, അതാണ് ഇഷ്ടം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല അതാണല്ലോ ഇപ്പോൾ ട്രെൻഡ്. പിന്നെ ആൾ വന്ന് ഇട്ട് നോക്കിയിട്ട് ഷേപ്പ് ചെയ്യണമെങ്കിൽ ചെയ്യാം, പിന്നെ ഡാർട്ട് കൊടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ ബാക്കിൽ. അതൊക്കെ ലാസ്റ്റ് നമുക്ക് ചെയ്യാം. ഇപ്പം ഞാൻ കുറച്ച് ലൂസിനാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ സ്ലിറ്റിൻ്റെ ഈ ഒരു പോയിൻറ്റിൽ സൂചി നിർത്തിയിട്ട് നമുക്ക് തിരിച്ചെടുത്ത് അങ്ങനെ തന്നെ സ്റ്റിച്ച് ചെയ്ത് വരിക. എന്നിട്ട് ആ ഒരു സ്ലീവിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ ഷേപ്പൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സ്ലിറ്റ് ചെയ്യണം. അപ്പോൾ സ്ലിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ എടുക്കുക. എന്നിട്ട് ഈ ഒരു അറ്റത്തു നിന്നാണ് സ്ലിറ്റ് തുടങ്ങേണ്ടത്. അപ്പോൾ ആദ്യം ഒന്ന് ഫോൾഡ് ചെയ്യുക, പിന്നെ ഒന്നുകൂടി ഒന്ന് ഫോൾഡ് ചെയ്യുക. അതായത് ഒരു 1/4 ഇഞ്ച് വലുപ്പത്തിൽ നമുക്ക് ഫോൾഡ് ചെയ്തെടുക്കാം കേട്ടോ. ഒന്ന് ഫോൾഡ് ചെയ്യുക, പിന്നെ ഒന്നുകൂടി ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ സ്ലിറ്റൊക്കെ ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ, നല്ല രീതിയിൽ ചെയ്തെടുത്തിട്ടുണ്ട്. സ്ലിറ്റൊക്കെ ചെയ്യുമ്പോൾ നല്ല വൃത്തിക്ക് ചെയ്യണം, ഇല്ലെങ്കിൽ വൃത്തികേടായിരിക്കും കേട്ടോ, ബോറായിരിക്കും. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ നല്ല നീറ്റായിട്ട് തന്നെ ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ. അപ്പോൾ ഇനി നമുക്ക് പാൻറ്റ് ചെയ്യാം. ടോപ്പിൽ നമുക്ക് ഇത്രയും പരിപാടിയുള്ളൂ. ഇതിനകത്ത് പിന്നെ എനിക്ക് ഈ നെക്കിൻ്റെ ഭാഗം ഒന്ന് ഹെം ചെയ്യണം, അത് ഞാൻ ലാസ്റ്റാണ് ചെയ്യുന്നത്. അപ്പോൾ ഇനി നമുക്ക് എന്തായാലും പാൻറ്റിൻ്റെ സ്റ്റിച്ചിങ്ങിലേക്ക് പോവാം. ഇപ്പോൾ പാൻറ്റിൻ്റെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു നമ്മൾ തുണി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് രണ്ടും ഒന്ന് സെപ്പറേറ്റ് ചെയ്യാം. എന്നിട്ട് ഫസ്റ്റിലെ തന്നെ ഞാൻ ചെയ്യുന്നത് നമ്മുടെ താഴത്തെ ഭാഗം ഉണ്ടല്ലോ, അതൊന്ന് മടക്കി അടിക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഒരു 1/2 ഇഞ്ച് വലുപ്പത്തിൽ ഞാനൊന്ന് ആദ്യം ഫോൾഡ് ചെയ്തിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഞാൻ ആ ഫോൾഡിങ് വരുന്ന ആ ഭാഗത്താണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. കണ്ടോ, ഫോൾഡിങ് വരുന്ന ആ ഒരു ഭാഗത്താണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. എന്നിട്ട് അല്ലാതെ പിന്നീട് ഇങ്ങനെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. എത്രത്തോളം വലുപ്പത്തിലാണ് സ്റ്റിച്ച് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്തെടുക്കാം. അപ്പോൾ നല്ല നീറ്റായിട്ട് കിട്ടും നമുക്ക്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ബാക്കി നിൽക്കുന്ന ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. 2 തുണിയും ഇങ്ങനെ ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മളത് സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഈ ക്രോച്ച് ഏരിയ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് 2 പീസിൻ്റെയും നല്ല വശങ്ങൾ ഒരുമിച്ച് വരുന്ന രീതിയിൽ വയ്ക്കുക. ഇങ്ങനെ വയ്ക്കുക. എന്നിട്ട് ആ ഒരു ക്രോച്ച് ഏരിയ 2 ഭാഗത്തും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മൾ ആ 2 ഭാഗവും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് ഇനി ആ ക്രോച്ച് ഏരിയ സെൻറ്ററിൽ വരുന്ന പോലെ ഒന്ന് എടുക്കുക. ഇത് നമ്മളിതാ ഇവിടെ നിന്ന് സ്റ്റിച്ച് ചെയ്ത് മറ്റേ ഭാഗം വരെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇലാസ്റ്റിക് വെക്കണം. നമ്മൾ ഫ്രണ്ടിൽ ഇലാസ്റ്റിക് വെക്കുന്നില്ല, ബാക്കിൽ മാത്രമേ വെക്കുന്നുള്ളൂ. ഇങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ആൾ വന്ന് ഇട്ട് നോക്കിയപ്പോൾ ആൾക്ക് കറക്റ്റാണ്, നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നീട് നമ്മൾ ഷേപ്പോ കാര്യങ്ങളോ ഒന്നും കൊടുത്തിട്ടില്ല, കറക്റ്റായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.